അടിപൊളിയായിരുന്നില്ലേ പ്രോഗ്രാം? ഒന്നും കൂടിയും കൈയടിച്ച് കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിച്ചാട്ടെ. ഇത് വയല് വിളയുന്ന കാലം, കൊയ്ത്തിനായി കർത്താവിൻ്റെ വേലയ്ക്കായി ഇറങ്ങുവാൻ ആഹ്വാനം ചെയ്യുന്ന ഗാനത്തിന് മനോഹരമായി അവർ ഓരോരുത്തരും ചുവടുകൾ വെച്ചു. അതുപോലെ തന്നെ അവർ ഓരോരുത്തരും കർത്താവിൻ്റെ വേലയ്ക്കായി ദൈവനാമ മഹത്വത്തിനായി കൂടുതൽ പ്രയോജനപ്പെടട്ടെ. അതിനായി മാതാപിതാക്കളായി നമുക്ക് ഓരോരുത്തർക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. താങ്ക് യു ഓൾ. അടുത്തതായി നമ്മുടെ മധ്യത്തിൽ 2 പാസ്റ്റർമാരുണ്ട്. പാസ്റ്റർ ഗോൾഡി ചെറിയാനും പാസ്റ്റർ വിൽസൺ എബ്രഹാമും. സോ ആദ്യമായി ഗോൾഡി ചെറിയാൻ പാസ്റ്റർ വന്ന് ഗ്രീറ്റിംഗ്സ് പറയുന്നതായിരിക്കും നമ്മളോട്. സോ ഐ വെൽക്കം ഗോൾഡി ചെറിയാൻ ടു സ്റ്റേജ്. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. വളരെ സൗന്ദര്യമുള്ള സുന്ദരന്മാരെയും സുന്ദരിമാരെയൊക്കെ കാണാൻ, അഭിഷേകമുള്ള സുന്ദരിമാരെയൊക്കെ കാണാൻ, എന്താ ആർക്കൊരു നിങ്ങളെക്കുറിച്ചല്ല പറഞ്ഞതെന്ന് തോന്നുന്നു. ദൈവടിയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്രകാരം ഈ കവൻട്രി വർഷിപ്പ് സെൻറ്ററിൻ്റെ സൺഡേ സ്കൂൾ യൂത്ത് ആനിവേഴ്സറിയിൽ കടന്നു വന്ന് സഹകരിക്കുവാൻ ദൈവം ഞങ്ങളെയും ബലപ്പെടുത്തിയല്ലോ. എന്നെ കണ്ട ഒരു പ്രായമുള്ള വ്യക്തിയെക്കുറിച്ച് തോന്നുമെങ്കിലും ഞാനൊരു ചെറുപ്പക്കാരനാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞ അച്ഛൻ്റെ ഉള്ളിലാണ് ചെറുപ്പമെന്ന്. ഞാൻ സമ്മതിച്ചു കൊടുക്കത്തില്ല. ഉള്ളിലും പുറത്തും എല്ലാം ചെറുപ്പം തുളുമ്പി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ എൻ്റെ ലൈഫിനെ ചേഞ്ച് ചെയ്ത 2 വാക്യം ഞാൻ ഗ്രീറ്റിംഗ്സ് ആയിട്ട് പറയാം. 2 വാക്യം എല്ലാവരും 1 മിനിറ്റ് ഒന്ന് ശ്രദ്ധിക്കണേ. 1 Corinthians chapter 3 verse 16. Do you realize that you are the temple of the God and the Spirit of the Lord dwells in you? ഈ വാക്യം എൻ്റെ ലൈഫിനെ ചേഞ്ച് ചെയ്തു. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഈ വാക്യം എൻ്റെ ലൈഫിനെ ചേഞ്ച് ചെയ്തു. ഞാൻ സൗന്ദര്യമുള്ളവനല്ല, എനിക്ക് കഴിവില്ല, എനിക്ക് യോഗ്യതയില്ല, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ക്ലാസ്സിൽ ഞാൻ കറുത്തവനാ വെളുത്തവനാ, ഞാൻ മറ്റുള്ളവരെ കാട്ടി താന്നവനാന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ വാക്യം നമ്മുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യട്ടെ. വേറൊരു വാക്യം എൻ്റെ ലൈഫിനെ ചേഞ്ച് ചെയ്ത് ഞാൻ പറയാം. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം പൗലോസ് പറയുക, ഐ ഡിറ്റർമൈൻഡ് നോട്ട് ടു നോ എനിത്തിങ് എക്സെപ്റ്റ് ജീസസ് ക്രൈസ്റ്റ്. യേശു അല്ലാതെ എൻ്റെ ജീവിതത്തെ ഒന്നും സ്വാധീനിക്കരുതെന്ന് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു. സുന്ദരന്മാരും സുന്ദരികരുമായ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ, സൺഡേ സ്കൂൾ അധ്യാപകരെ, യൗവനക്കാരത്തികളെ, ഈ 2 വാക്യം എന്നെ ചേഞ്ച് ചെയ്തെങ്കിൽ ഈ വചനത്തിലുള്ളത് മുഴുവൻ നിങ്ങളെ ചേഞ്ച് ചെയ്യും. വിശ്വസിക്കുക, ആ ദൈവത്തെ വിശ്വസിക്കുക. ഞാൻ പറയാം, നിങ്ങൾ കരാട്ടെ ക്ലാസ് മിസ് ചെയ്താലും യേശുവിനെ മിസ് ചെയ്യല്ലേ. നിങ്ങൾ സ്വിമ്മിങ് ക്ലാസ് മിസ് ചെയ്താലും കുഴപ്പമില്ല, കൂട്ടുകാരിക്ക് വാട്സാപ്പ് അയച്ചില്ലെങ്കിലും കുഴപ്പമില്ല, യേശുവിനെ മിസ് ചെയ്യല്ലേ. യേശു നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ യു വിൽ ബി എ സക്സസ്ഫുൾ പേഴ്സൺ. കോർപ്പറേറ്റ് വേൾഡിന് തരാൻ പറ്റാത്തത്, ബില്യനെയർ സ്റ്റാറ്റസിന് തരാൻ പറ്റാത്തത്, വേൾഡിലെ സെലിബ്രിറ്റി സ്റ്റാറ്റസിന് തരാൻ പറ്റാത്തത് എൻ്റെ യേശുവിന് തരാൻ കഴിയും. എന്താണെന്നറിയാമോ? ജീവിതത്തിലുള്ളത് മാത്രമല്ല, ആ എറ്റേണൽ ലൈഫ് നിനക്ക് തരാൻ കഴിയും. ആ ദൈവത്തെ വിശ്വസിക്കുക. കവൻട്രി വർഷിപ്പ് സെൻറ്ററിൽ നിങ്ങളുടെ പ്രോഗ്രാംസ്, നിങ്ങളുടെ ഇവൻറ്റ്സ് ഒക്കെ കണ്ട് ഐ എം സോ ഇംപ്രസ്ഡ്, ഐ എം സോ ഹാപ്പി വിത്ത് ഇറ്റ്. ദൈവം നിങ്ങളെ ശക്തമായി ഉപയോഗിക്കട്ടെ. എൻ്റെ ഒറ്റൊരാഗ്രഹം പറയാം, കവൻട്രി പട്ടണത്തെ ചലിപ്പിക്കുന്ന ചിലരായി മാത്രം ഒതുങ്ങരുത്. കവൻട്രിയിലെ സ്ട്രീറ്റുകളെ മാത്രം ചലിപ്പിക്കുന്ന ചിലരായി നിങ്ങൾ ഒതുങ്ങരുത്. ഞങ്ങളുടെ ചർച്ചയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം പറയാം, വി ഷുഡ് ബി എ പ്ലാനറ്റ് ഷേക്കേഴ്സ്. ഭൂഖണ്ഡങ്ങളെ ചലിപ്പിക്കുന്ന അഭിഷക്തന്മാരായി പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ? ഈ വചനവുമായി നിൽക്കാൻ, ആ യേശുവിനെ നിൻ്റെ ഉള്ളിൽ നീ സ്വീകരിച്ചാൽ നിന്നിലൂടെ ദൈവം നിന്നെ ഉപയോഗിക്കും. ബി റെഡി ഫോർ എ പ്ലാനറ്റ് ഷേക്കേഴ്സ്. നിന്നിലൂടെ ഈ പട്ടണം അറിയപ്പെടട്ടെ. യേശുവിൻ്റെ മഹത്വം ഈ പട്ടണത്തിൽ ഉയരുന്നത് നിന്നിലൂടെയാകട്ടെ. ആ ഉറപ്പ് നിനക്കുണ്ടോ? പൗലോസിനെ പോലെ ദൈവം ഉപയോഗിക്കും. കവൻട്രി വർഷിപ്പ് സെൻറ്ററിന്, സൺഡേ സ്കൂളിന്, സൺഡേ സ്കൂൾ അധ്യാപകർക്ക്, യൗവനക്കാർക്ക് എല്ലാ ആശംസകളും നേരുന്നു. പ്രത്യേകിച്ച് ഈ സഭയെ നയിക്കുന്ന കർത്താവിൻ്റെ അഭിഷക്തന്, കർത്താവിൻ്റെ ദാസിക്ക്, എല്ലാ ദൈവമക്കൾക്കും, ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും
ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കവൻട്രി വർഷിപ്പ് സെൻറ്റർ മേൽക്കുമേൽ ദൈവം ശക്തീകരിക്കട്ടെ. നിങ്ങളെ ദൈവം വർദ്ധിപ്പിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഫോർ ദ വാല്യുബിൾ ടൈം. കർത്താവിൻ്റെ തിരുനാമം മഹത്വമെടുക്കട്ടെ. പ്രത്യേകാൽ ഈ സഭയിലെ സീനിയർ മിനിസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ ജിജിക്കും കുടുംബത്തിനും, അതുപോലെ അനുഗ്രഹിക്കപ്പെട്ട വചനം നമ്മളോട് അറിയിച്ച ഞാൻ വളരെ ബഹുമാനിക്കുന്ന നമ്മുടെ സഹോദരിയെ പോലെ സ്നേഹിക്കുന്ന സിസ്റ്റർ റീബയ്ക്കായും അവരുടെ കുടുംബത്തിനായും, പ്രത്യേകാൽ പാസ്റ്റർ ഗോൾഡിക്കായും, പ്രത്യേകാൽ ഈ സൺഡേ സ്കൂളിൽ അനുഗ്രഹിക്കപ്പെട്ട പ്രോഗ്രാമുകൾ ചെയ്യിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത എല്ലാ അധ്യാപകർക്കും സഭാ മെമ്പറിനും എൻ്റെ വിനീതമായ എല്ലാ ആശീർവാദങ്ങളും മംഗളങ്ങളും ഓക്സ്ഫോർഡിൽ നിന്നും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ആസ്വദിക്കട്ടെ. പ്രത്യേകാൽ നിങ്ങൾ ഒന്നിച്ച് ഇന്ന് ഇവിടെ ആയിരിക്കാൻ അല്പം സഹോദരനും ഒന്നിച്ച് വരുവാനും നിങ്ങളുടെ പ്രോഗ്രാമുകൾ കേൾക്കുവാൻ ദൈവം ഇടയാക്കിയ നല്ല നിമിഷം നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു വലിയ മഹാമാരിയുടെ അവസ്ഥയിലും നമുക്ക് ബലത്തോടെ കടന്നു വരുവാനും കർത്താവിന് സ്തുതിപ്പാനൊരു അവസരം തന്നല്ലോ. ഡിസ്റ്റൻസുകളൊന്നുമില്ലാതെ ഒരുമിച്ചിരുന്ന് കർത്താവിനെ സ്തുതിക്കുന്നതിൽ കർത്താവിന് മഹത്വം ചെയ്യുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന സൺഡേ സ്കൂളിൻ്റെ ടീച്ചേഴ്സിനെയൊക്കെ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നല്ല സുന്ദരിമാരെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. വളരെ സ്മാർട്ടായിട്ടിരിക്കുന്നു നമ്മുടെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്. സോ കളർ കോഡ് ഓൾസോ വെരി ഫാന്റാസ്റ്റിക്. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ സൗന്ദര്യവും കർത്താവ് തന്ന സൗന്ദര്യമാണ്. കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ കൊടുത്തു. അവൻ്റെ ജീവൻ നമുക്കായി വെടിഞ്ഞതുകൊണ്ട് നമ്മൾ സുന്ദരന്മാരുമായിരിക്കുന്നതിൽ ക്രിസ്തയേശുവിന് സകല മഹത്വവും അർപ്പിക്കുന്നു. വിശ്വസിക്കുന്നവർ ആ കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുത്തേ. ദൈവം നമുക്കായി രക്തത്തെ ചീന്തി ഒരു മനുഷ്യനല്ലാത്തതുപോലെ ആയതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ, നമ്മുടെ ശാപങ്ങൾ കുരിശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ആ നല്ല സ്നേഹമാണ് ഇന്ന് നമ്മളിവിടെ മിടുക്കന്മാരും മിടുക്കികളും സ്മാർട്ട്നെസ്സുമാക്കി ദൈവം നിർത്തിന്. ദൈവത്തിന് എല്ലാ മഹത്വം അർപ്പിക്കുന്നു. എല്ലാവിധമായ ആശംസകളും മംഗളങ്ങളും പ്രത്യേകാൽ ഈ കവൻട്രി വർഷിപ്പ് സഭയ്ക്കും ദൈവദാസനും സൺഡേ സ്കൂൾ പ്രോഗ്രാം ചെയ്യുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും നിങ്ങളെ സമൃദ്ധിയായി ക്രിസ്തുയേശുവിൽ അനുഗ്രഹിക്കട്ടെ. ഈ അനുഗ്രഹം അനേക പട്ടണങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും ദാസവന ഭൂഖണ്ഡങ്ങളിലേക്കും അതുപോലെ നമ്മൾ കർത്താവ് ആഗ്രഹിക്കുന്ന ഏതു സ്ഥലത്ത് പ്രകാശിക്കുവാൻ നമ്മൾ വിളക്കുകളായി മുന്നേറാം. മേ ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേയ്സ്. Praise the Lord. Can we all lift our hands and give glory to Jesus? What an amazing day the Lord has given us. What a powerful message we heard from the servant of God. You know, I say she's my girl because she was in my church. She was with me. She was my support when I had my second child. It was such a privilege to hear her speak the word of God today. I thank God for Pastor Gigi. I thank God for Supna. I thank God for this church. We say this is our church because we are here most of the time. We are here for most of your events. I'd say all of the events, right, Pastor? We are a part of you. And it's a privilege to be here once again today to glorify the name of the Lord. You know, as Reba was speaking the word of the Lord gave me a thing in my heart like this. The word of the Lord can do 3 things to your life. One, it can pierce your heart and bring repentance. And if you repent, there will be change. So if you heard the word of God today and if you are changed, then that's the work of the Holy Spirit. The second thing that can happen is it can pierce your heart, but it can bring you frustration. That's what happened when the Jews, Stephanos spoke the word of God. Their heart was pierced, but they felt frustrated and angry. That's the second thing the word of God can do to you. And the third thing that the word of God can do is you can hear it, makes no difference. You can come to 10 meetings like this, but the word of God will not bring any change to you. And as we leave this place, I want you to think, what did the word of the Lord do to you today? Did it pierce your heart and bring repentance? Did it pierce your heart and bring a change? If you are leaving here with a change, believe me, as Pastor Godly said, we can become planet shakers. May the Lord bless you all. I pray that the Lord will bless this church. I praise God that the balconies are full. Your Sunday services are overflowing. And we believe that the Lord will give us our own churches in these nations. We declare it. This is our town. Coventry is our town. We believe it, that we will have our own place.
May the Lord bless this church. May the Lord bless the Sunday school. May the Lord bless the youth. And may the Lord use you to be mighty warriors for the kingdom of God. I thank God for this opportunity. Thank you, Pastor. Thank you, Pastor Goldie Cherian, Pastor Wilson Abraham, and Sister Princey Wilson for the wonderful message. വളരെ കുറച്ച് സമയമേ അവർ സംസാരിച്ചുള്ളെങ്കിലും വളരെ ആഴമായ കാര്യം അവർ ദൈവവചനത്തിൽ നിന്ന് സംസാരിച്ചല്ലോ. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി എന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ഐ ഇൻവൈറ്റ് സിസ്റ്റർ ഷിനു ആൻഡ് ടീം ഫോർ ദ സ്കേപ്പ്. താങ്ക് യു. എന്തോ ഞാൻ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, കൗൺസിലിൻ്റെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നലെ അപ്പ FB-ലിട്ട പോസ്റ്റ് ഇല്ലയോ, അപ്പാടെയും കുഞ്ഞിൻ്റെ ഫോട്ടോ എത്ര ലൈക്ക് ഉണ്ടെന്ന് നോക്കിക്കേ. 412 ലൈക്കും 80 കമന്റും. ഭയങ്കര ഗ്ലാമർ. പിന്നെ അല്ല, അപ്പായെ കാണാൻ എന്ത് സുന്ദരനാണെന്നറിയോ അതിനകത്ത്. 24 മണിക്കൂറിനുള്ള 80 കമന്റോ? പിന്നെ നോക്കിക്കേ. വെരി നൈസ്, ക്യൂട്ട്. ആഹാ, അമ്മ കാണണ്ട. ഞാൻ ഇട്ടില്ലായിരുന്നു അത്. ഞാൻ എൻ്റെ മൊബൈലൊന്ന് നോക്കട്ടെ. ശരിക്കും നേരിട്ട് കാണുന്നതിലും കാണാൻ നല്ലത് ഫേസ്ബുക്കില് ഫോട്ടോയ്ക്കകത്താ കേട്ടോ. അത് മറ്റേ ആ DSLR-ൽ എടുത്ത ഒരു ഫോട്ടോയാ. അപ്പോൾ ഞാൻ വെറുതെ ഇട്ടു. ചുമ്മാ അല്ല. ഞാൻ ഇവിടെ വേറൊരു കാര്യം ചെയ്യുമോ? അത് അടുത്ത മാസമല്ലേ. അമ്മ ഈ അപ്പ ഇട്ട ഫോട്ടോ ഒന്ന് ആദ്യം നോക്കിക്കേ. പിന്നെ അടുത്ത മാസത്തെ പരീക്ഷ പിന്നെ പഠിച്ചോളാം. എനിക്ക് ഇന്ന് സൺഡേ സ്കൂളിന്റെ പരീക്ഷയുണ്ട്. പിന്നെ ഇച്ചിരി കഴിഞ്ഞിട്ട് ഞാൻ പൊക്കോളാം. റൈച്ചാൻ ഇട്ടാർന്നു 10 മണിക്ക് പരീക്ഷ ഉണ്ടെന്നും പറഞ്ഞു. നീ പഠിച്ചില്ലേ? പഠിച്ചില്ല, ഞാൻ ഇപ്പൊ പഠിക്കാം. പെട്ടെന്ന് പഠിച്ചേ. ഇവിടെ തന്നെ ഇരിപ്പുണ്ടല്ലോ ബുക്ക്. യേശു ജനിച്ച സ്ഥലം എവിടെ? യേശു ജനിച്ച സ്ഥലം എവിടെ? യേശു ജനിച്ച സ്ഥലം എവിടെ? അമ്മേ, അമ്മേ, ഈ യേശുവിനെ സ്നാനപ്പെടുത്തിയത് ആരാ? കൊച്ചു നിന്നോടല്ല ചോദിച്ചാൽ, നീ അങ്ങ് പറഞ്ഞാൽ മതി. ബെസ്റ്റ്. ഇതിലും ഭേദം ഞാൻ പുസ്തകം തന്നെ നോക്കുന്ന. അമ്മേ, കാഴ്ച എന്ന് വെച്ചാൽ എന്തുവാ അമ്മേ? യേശുവിന് യേശു ജനിച്ചപ്പോൾ വിദ്വാൻമാർ എന്തെല്ലാം കാഴ്ചകളാണ് കൊണ്ടുവന്നത്? അത് പിന്നെ എടി മോളെ, നമ്മുടെ കുഞ്ഞുവാവ ഉണ്ടായപ്പം നമ്മുടെ കുഞ്ഞുവാവയ്ക്ക് ഒത്തിരി പേര് ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നില്ലേ? അതുപോലെ കൊണ്ടുവന്ന സാധനം അതാണ് സംഭവം. നീ അതങ്ങ് എഴുതി വെച്ചാ. അതാണോ കാഴ്ച? അല്ല, എന്നാലും നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഞാനെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ സുധീരങ്ങൾ വരും എന്നെ കൊണ്ട് പോവാൻ. ഞാൻ പോവാട്ടോ. പ്രാർത്ഥിച്ചിട്ട് പോയി. ഞാൻ ബൈബിള് ഉണ്ടല്ലോ, നീ ബൈബിള് വായിച്ചിട്ട് പോ. എനിക്ക് അവിടെ പോയി എടുക്കാൻ വയ്യ, ഞാൻ ഫോണിൽ നിന്ന് വായിച്ചോളാം. നീ പ്രാർത്ഥിച്ചിട്ട് പോ. അയ്യോ, എന്റെ ഫോണിൽ ചാർജ് തീർന്നു. ഞാൻ കാണാൻ അറിയത്തില്ല, ഇത് കാണാതെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് പഠിച്ചിട്ട് പോ. എനിക്ക് മുട്ടുണ്ടായില്ല. ബാക്കി എന്നായിരുന്നു? നീ കൊച്ചുനാളോട്ട് പറയണല്ലേ, അതങ്ങ് പറഞ്ഞിട്ട് പഠിച്ചിട്ട് പോയാൽ മതി. എന്നൊരു കാര്യം ചെയ്യാം, പ്രാർത്ഥിച്ചിട്ട് പോകുന്നു. ഇന്ന് ഞാൻ എക്സാം എഴുതാൻ പോവാണ്. എന്നെ കാത്തോളണേ ആമേ. ഞാൻ പോവാണേ. നീ എല്ലാം പഠിച്ചോ? എല്ലാം പഠിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാം ഫസ്റ്റ് മേടിച്ചിട്ടേ വരത്തുള്ളൂ. ഫസ്റ്റ് മേടിച്ചിട്ട് വരാളൂ കേട്ടോ. ഞാൻ പോവാണേ. ശരി, നീ സൂക്ഷിച്ചു പോണം. അല്ല, നിങ്ങൾക്ക് ആ ലൈക്ക് കിട്ടിയ ഫോട്ടോ ഒന്ന് കാണിച്ചു തന്നെ. നീ ആ ഫേസ്ബുക്കിൽ കയറി അങ്ങ് നോക്കിയാൽ മതി. അല്ല, ഇതിനകത്ത് ശരി, എന്തേലും ആട്ടെ. അഞ്ചര ആയാലോടി, കൊച്ചു വന്നില്ലല്ലോ. അതാ സുധീർജാനെ, മറ്റു പിള്ളേരെല്ലാം കൊണ്ട് വിടണ്ടേ? വിട്ട് കഴിഞ്ഞിട്ട് കൊണ്ട് വിടും. നിങ്ങൾ ധൃതി വെക്കാതെ. ഞാൻ ഈ ഫേസ്ബുക്കിൽ നിന്ന് കയറിക്കോട്ടെ. നിങ്ങളൊന്ന് സമ്മതിക്കുകയല്ലോ. നീ ഒന്ന് വിളിച്ചു നോക്ക്. നിങ്ങൾ വിളിച്ചു നോക്ക്. മോള് വന്നല്ലോ. മോളെല്ലാം എഴുതിയോ? എല്ലാം വന്നോ? അയ്യോ, നീ അപ്പൊ നിനക്ക് ഫസ്റ്റ് ആയിരിക്കുമല്ലോ അല്ലേ? ആണോ? ഒത്തിരി ക്ഷീണിച്ചു. ഞാൻ ഇനി പോയി കുറച്ചു നേരം ഫോണിൽ കളിക്കട്ടെ. നിനക്ക് അടുത്ത മാസം പരീക്ഷയില്ലേ? അത് ഇച്ചിരി കഴിഞ്ഞ് പഠിച്ചോളാം.
പപ്പ എന്റെ ഫോൺ ചാർജിൽ ഇട്ടായിരുന്നോ? അത് ഇട്ടുമെന്ന് തോന്നുന്നു, നീ ഒന്ന് നോക്കിയേ. ആ ഞാൻ നോക്കിക്കോളാം. ഞാൻ കുളിച്ചിട്ടേ ഞാൻ കുറച്ചു നേരം കളിക്കാൻ പോകാം. എന്നാ ശരി. അതെ എന്തോ? നിങ്ങൾ ഞാനൊന്ന് അടുക്കളയിട്ട് വിട്ടു കേട്ടോ, എനിക്ക് കുറച്ച് പണി ഉണ്ടേ. ഞാനും ഒന്ന് പുറത്ത് വരെ പോകണം. ഇതായിരിക്കാം. നമ്മളല്ലേ എന്തുകൊണ്ട് വിശേഷങ്ങൾ? ഞാൻ ജസ്റ്റ് ഇപ്പം വന്നേ ഉള്ളൂ. പിന്നെ എന്തൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നു പാസ്റ്റർ. ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? നമ്മളെ ജോലി തിരക്കാണ്, പിന്നെയും തിരക്ക് കൂടി. നമ്മുടെ കാലാവസ്ഥയൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുക. ഇടയ്ക്ക് വെയിൽ, പിള്ളേർക്കൊക്കെ ഭയങ്കര പനിയൊക്കെ ആണല്ലോ. കൊച്ചു പിള്ളേർക്കൊക്കെ പനിയാണ്. അതെ. പിന്നെ കഴിഞ്ഞ വ്യാഴാഴ്ച ഫ്രൈഡേ കോട്ടേജ് മീറ്റിങ്ങിനൊന്നും കണ്ടില്ലല്ലോ, എന്തോ പറ്റി? പാസ്റ്റർ അത് ഡേ ഡ്യൂട്ടി ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അങ്ങ് വരാമെന്നേ. സമയം അങ്ങ് കൂടിപ്പോയി. ഓക്കെ. പിന്നെ നമ്മുടെ ഞായറാഴ്ചയും വന്നായിരുന്നോ? ഞായറാഴ്ച കണ്ടില്ലല്ലോ. ടെസ്സിയും പിള്ളേരും വന്നായിരുന്നേ. അപ്പോൾ ഞാൻ ഒരു ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ. നമ്മളെ ജീവിതത്തിൽ ഈ വചനത്തിനും കുറച്ച് മുൻതൂക്കം കൊടുക്കുന്നത് നല്ലതാണ്. നമ്മൾ ഈ പാസ്റ്റർ പിന്നെ ഞാൻ ഈ ഓൺലൈനിലേ ഇതൊക്കെ കാണാറുണ്ട്. പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാണെങ്കിലും ഞാൻ കുറച്ച് നേരം ഇരിക്കാറുണ്ട് പാസ്റ്റർ. ഓക്കെ. പക്ഷേ ഈ ഓൺലൈനിൽ മാത്രമല്ലല്ലോ ദൈവവചനം നമ്മൾ കൂട്ടായ്മ ആചരിക്കണമെന്നും കൂടെ എഴുതിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ വചനം അനുസരിച്ച് നമ്മൾ കൂട്ടായ്മ ആചരിക്കാൻ വചനം അനുസരിച്ച് ചർച്ച വരേണ്ടത് കുറച്ച് അത്യാവശ്യമാണ് അല്ലേ? താങ്ക് യു ടെസി. നീ കഴിച്ചോടി? കഴിഞ്ഞ ആഴ്ച ടെസി ഞായറാഴ്ച പ്രെയർ കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഇല്ലായിരുന്നല്ലോ. അയ്യോ പാസ്റ്റർ ഇതൊക്കെ ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ അതെ അനിയത്തിയുടെ വീട്ടിൽ, അനിയത്തി സ്കോട്ട്ലൻഡിലല്ലേ, അനിയത്തിയുടെ ചർച്ചിലെ മറ്റേ സജിത് കണ്ണൂരിലെ ആ പാസ്റ്റർ വരുമെന്നും പറഞ്ഞ് അവൾ ഓൺലൈനിൽ കയറാൻ പറഞ്ഞ് ഭയങ്കര ശല്യം. ഈ ഓൺലൈനിലെ കൂട്ടായ്മ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഈ ഓൺലൈനിലെ കൂട്ടായ്മയൊക്കെ ഓക്കെ, നമ്മുടെ ചർച്ചിൽ എത്ര വിശ്വാസികളുണ്ട്, നമ്മൾ ഓരോ ദിവസങ്ങളും നമ്മൾ നോക്കുമ്പം എത്ര എമർജൻസി വരാറുണ്ട്. ഈ ഓൺലൈൻ കൂട്ടായ്മ കൂടുന്നതിന് കുഴപ്പമില്ല, അത് നിങ്ങളുടെ ഓൺ ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ ചർച്ചിന് കൊടുക്കേണ്ട ആ ഇമ്പോർട്ടൻസ് നമ്മൾ ഒരിക്കലും എന്താ പറയുന്നത് ഓൺലൈൻ കൂട്ടായ്മയിൽ കളയില്ലെന്നാണ് എൻ്റെ ഒരു അഭിഷ. നിങ്ങളുടെ പിന്നെ ചിന്ത അനുസരിച്ച് ചെയ്യുക. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ സൺഡേ സ്കൂളിൻ്റെ റിസൾട്ട് വന്നില്ലേ പാസ്റ്റർ? അത് ലാസ്റ്റ് സൺഡേയിൽ ഞാൻ അനൗൺസ് ചെയ്തെന്ന് തോന്നല്ലോ. ഞാനൊന്ന് പോന്നായിരുന്നു, ഞാൻ അറിഞ്ഞില്ല പാസ്റ്റർ. നമ്മുടെ ഫേവമോക്കല്ലേ ഫസ്റ്റ്? ഫേവമോൾക്കല്ലല്ലോ, ഞാൻ അനൗൺസ് ചെയ്തതനുസരിച്ച് നമ്മുടെ ലിനോന്റെ മോൻ സ്വാമിനാന്ന് തോന്നുന്നു ഫസ്റ്റ്. അതെ. സെക്കൻഡോ? അല്ല, നമ്മുടെ ജോമിയുടെ മോള് സോനയ്ക്കാണ് സെക്കൻഡ്. അല്ലല്ല, ഫേബയ്ക്കല്ല. വഴിയില്ലല്ലോ പാസ്റ്റേ, മോളെല്ലാം എഴുതിയെന്നാണല്ലോ പറഞ്ഞ പാസ്റ്റേ. മോളെല്ലാം എഴുതിയെങ്കിൽ കിട്ടേണ്ടതാണല്ലോ. എന്നെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ടീച്ചർ ഉണ്ടല്ലോ, ഷെറിൻ ടീച്ചറാന്ന് തോന്നുന്നു, ഫേവമോളുടെ ടീച്ചർ. അന്നേരം അവരോട് ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് അറിയാം. എന്നാ ശരി, ഓക്കെ, താങ്ക് യു ഫോർ ദ ടീ. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നാ ഞാൻ അങ്ങ് ഇറങ്ങുവാണേ. ഓക്കെ, ശരി. എന്നാ നിങ്ങൾ എവിടെ വേണമെങ്കിലും പൊക്കോ, ഞാൻ ഷെറിനെ ഒന്ന് കണ്ടിട്ട് വരാം. എൻ്റെ കൊച്ചിന് എന്നാണ് ഫസ്റ്റ് കിട്ടാത്തതെന്ന് എനിക്കറിയണം. ഞാൻ ഇപ്പം തന്നെ പോയി ചോദിക്കും. ശരി, നിങ്ങൾ പൊക്കോ. ഫേബ മോളെ,
മോളെ ഇനി വന്നേ. മോളെ സൺഡേ സ്കൂളിന്റെ റിസൾട്ട് വന്നു. നിനക്കല്ല ഫസ്റ്റ് എന്ന്. നമ്മുടെ സാമിനും സോണിക്കോ ഫസ്റ്റ്. ഫസ്റ്റ് സെക്കൻഡ് നീ എഴുതിയെങ്കിൽ പിന്നെ അത് നമുക്ക് ഷെയറിനെ ഒന്ന് കാണാൻ പോണം. വാ നമുക്ക് പോയി ചോദിച്ചിട്ട്. ഇവിടെ എല്ലാം പൊടിയാ, തുടച്ച് മടുത്ത് ഞാൻ. ഇതൊക്കെയാണോ ചെയ്യണ്ടേ? ഇതെല്ലാം അവിടെ ഇവിടെ എല്ലാം വെച്ചേക്കാം. നിങ്ങൾക്കൊന്നും ഒരു ഇതില്ല. ആരാണ് വരുന്നത്? സമയമില്ല സമയം. റിസൾട്ട് വന്നിട്ടേ മോക്കല്ല ഫസ്റ്റ് എന്ന് പറഞ്ഞു. ഫസ്റ്റും സെക്കൻഡും മോക്കല്ല എന്ന് പറയുന്നു. അത് ഫേബമോൾ എഴുതിയെന്ന് ഫേബമോൾ കറക്റ്റ് മാർക്കും കൊടുത്തിട്ടുണ്ട്. അതിലൊരു സംശയമില്ല. ഞാൻ എല്ലാം എഴുതിയായിരുന്നു ടീച്ചറെ. എനിക്കറിയത്തില്ല പിന്നെ എന്താ എനിക്ക് ഫസ്റ്റ് കിട്ടാൻ. ഞാൻ ആണോ? എന്നാൽ ഞാൻ പേപ്പർ കൊണ്ടുവരാം. അത് നമുക്ക് നോക്കാം കേട്ടോ. ആ എന്നാ ശരി. എന്നാ വെള്ളം വേണോ? വേണ്ട 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 വേണ്ട. പിന്നെ എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നോ? ആ സുഖമായിട്ടിരിക്കുന്നു പാസ്റ്ററെ. ഞങ്ങൾ ആ സൺഡേ സ്കൂളിലെ ആ റിസൾട്ട് ഒന്ന് ഷെറിനോടൊന്ന് ചോദിക്കാൻ വന്ന. ആ ഓക്കെ. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ലേ? ആ ഓക്കെ ഫൈൻ. എനിവേസ് എങ്ങനെയുണ്ട്? അന്ന് ആ ആൻസർ ഷീറ്റും ആ ക്വസ്റ്റ്യൻ പേപ്പറും ഒന്ന് എടുത്തോണ്ട് വന്നേ. ആ ഓക്കെ ഫൈൻ. യാ ഓക്കെ. മോള് എഴുതിയേക്കുന്ന ക്വസ്റ്റ്യൻ ഷീറ്റിൽ നിന്ന് തന്നെ ഞാൻ മോളോട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിൻ്റെ ഉത്തരം മോള് പറയണേ. ഫെബ മോളെ ആ മൊബൈലൊന്ന് മാറ്റി വെച്ചേ. ആ ആദ്യത്തെ ചോദ്യം, യെരിഹോ മതിൽ തകർത്തത് ആര്? അത് ഞാനൊന്നുമല്ല. ആ ജഡ്ജും താനും ഫുൾ ടൈം ആ മതിലിന്റെ പുറത്തായിരുന്നു. ഞാൻ എപ്പോഴും പറയുന്നത് അവിടെ കളിക്കല്ലേ. ഞങ്ങൾ അവരോട് പോയി ചോദിക്കും. ഞാനും അല്ല. അയ്യോ പാസ്റ്റർ, എൻ്റെ കൊച്ചു അങ്ങനെയൊന്നും ചെയ്തില്ല. എൻ്റെ കൊച്ചിനെ ഞാൻ നല്ല അച്ചടക്കത്തിലും അടുക്കോ ഒതുക്കത്തിലോ വളർത്തുന്ന എൻ്റെ കൊച്ചു അങ്ങനെയൊന്നും ചെയ്തില്ല. ഇനി എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ നഷ്ടപരിഹാരം ഞാൻ തന്നോളാം. സിസ്റ്ററെ, ഞാൻ ഇത് വചനത്തിൽ നിന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. അയ്യോ പാസ്റ്റർ, അത് ഞാൻ അറിഞ്ഞില്ല. ചോദിച്ചു പാസ്റ്റർ ചോദിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യത്തെ കൽപ്പന എന്ത്? ആരോട് പറഞ്ഞു? ആദ്യത്തെ കൽപ്പന ആദം ഹവ്വയോട് പറഞ്ഞു, പഴം തിന്നല്ലത്. കൊള്ളാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, യേശുവിൻ്റെ ജനനം പറ്റി ആദ്യം അറിഞ്ഞത് ആര്? ഫേബ മോളെ ആ മൊബൈൽ ഒന്ന് മാറ്റി വെച്ചേ. ഇങ്ങനെയാണോ പാസ്റ്റർ ചോദിക്കുമ്പോൾ ചെയ്യേണ്ടിയേ? അങ്ങളെ ഇത് എന്തൊരു ചോദ്യം അങ്ങളെ. യേശുവിന്റെ ജനനത്തെ പറ്റി ആദ്യം അറിഞ്ഞത് ആരായിരിക്കും? മറിയ. ആ കൊള്ളാം. എന്നാ ഫോർത്ത് ക്വസ്റ്റ്യൻ, വിദ്വാൻമാർ യേശുവിനെ എന്തൊക്കെ കാഴ്ചകൾ അർപ്പിച്ചു? അത് കാഴ്ചകൾ എന്താ? നമ്മെ ഗിഫ്റ്റ് അല്ലേ? ബേബി പൗഡർ, ബേബി സോപ്പ്, നാപ്പീസ് എല്ലാം കൊടുന്നു. കുറെ ടിഷ്യൂ. എന്താണ് അമ്മയല്ലേ പറഞ്ഞ നമ്മുടെ അവിടെ ബേബി ഉണ്ടായപ്പോ കൊണ്ടുവന്ന ഗിഫ്റ്റ് ആണ്. എന്നാ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദൈവം നമ്മുടെ പാപം ക്ഷമിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ പാപം ചെയ്യണം. വെരി ഗുഡ്. പാസ്റ്റർക്ക് സന്തോഷമായി. ആറാമത്തെ ക്വസ്റ്റ്യൻ, ദൈവം പറഞ്ഞ ഒരു ഉപമ വിവരിച്ച് എഴുതൂ. എന്റെ അങ്ങളെ അതുണ്ടല്ലോ, ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാനൊരു 1.5 പേജ് എഴുതി വെച്ചിട്ടുണ്ട്. ആന്നു ഇത്രയും ആൻസർ കേട്ടപ്പോൾ എനിക്ക് മതിയായി. ഇത് ടീച്ചർ തന്നെ വായിച്ചാൽ മതി. ഞാൻ വായിക്കാം പാസ്റ്റർ കേൾക്കണം കേട്ടോ. ഇത് ഞാൻ മാർക്ക് കറക്റ്റ് ആണോ അല്ലയോ കൊടുത്തതെന്ന് കൂടെ പറയണം. യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് ഒരാൾ യാത്ര ചെയ്യായിരുന്നു. പെട്ടെന്ന് 5-6 കൊള്ളക്കാർ വന്ന് അവനെ പിടിച്ചു. എന്നിട്ട് ഡിഷും
ഇടിച്ച് നിരപ്പാക്കി പീസാക്കി അവനെ ഇട്ട്. ചിലത് നല്ല നിലത്ത് വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് കിളികൾ കൊത്തിക്കൊണ്ട് പോയി. ശേഷിച്ചത് 12 കുട്ട നിറച്ചത്. അതിൽ ഒരു കുട്ട യൂദ കൊണ്ടുപോയി ദേവാലയത്തിൽ കാളുകളെയും ആടുകളെയും വിൽക്കുന്നവർക്ക് 30 വെള്ളിക്കാശിന് കൊടുത്തു. ഇനി ഞാൻ വായിക്കണം പാസ്റ്റർ പറ. വേണ്ട വേണ്ട, ഇത്രയും വായിച്ചത് തന്നെ കേട്ട് എനിക്ക് മതിയായി. നീ ഇതാണോ എഴുതി വെച്ചെന്ന് പറഞ്ഞത്? നീ ഇതാണോ എഴുതി വെച്ചെന്ന് പറഞ്ഞത്? സിസ്റ്ററെ, ഞാൻ പറഞ്ഞതല്ലേ. ക്ഷമിക്കണം പാസ്റ്ററെ, ഞാൻ അറിഞ്ഞില്ല. ഇവള് പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ഞാൻ വിചാരിച്ചു പോയി. ഞാൻ വിചാരിച്ചു ഇവളെല്ലാം എഴുതിയെന്ന് പറഞ്ഞു. ഞാൻ അത്രയും എഴുതി വെച്ചേ. കുഴപ്പമില്ല, അടുത്ത എക്സാമിന് നന്നായിട്ട് പഠിച്ചാൽ മതി. സോറി പാസ്റ്ററെ. ഇറ്റ്സ് ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതൊരു ചെറിയ എക്സാമ്പിളാണ്. നമ്മുടെ വീടുകളൊക്കെ സംഭവിക്കുന്നതായിരിക്കാം, അല്ലായിരിക്കാം. എങ്കിൽ തന്നെ ബൈബിൾ സേസ്, ട്രെയിൻ അപ്പ് എ ചൈൽഡ് ഇൻ ദ വേ ഹി ഷുഡ് ഗോ, ഈവൻ when he is old he will not depart from it. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, വൃദ്ധനായാലും അവനത് വിട്ടുമാറുകയില്ല. Thanks to all the parents who are sending promptly to their kids to our Sunday school, and thanks to everyone who is going to important to our church activities and attending to our church meetings. Thank you. Praise the Lord. Praise the Lord. Praise God. I hope you all know us. I'm Nanma, and this is Sam. So far, we've been watching so many beautiful skits and dances and all. Let us all give another round of applause to our dear Shinuanti and team and the wonderful skit, especially Amalach and Sharon Shechi, Sanalach and everyone. It was an amazing performance. May God bless you all. How many of you understood the moral of the skit? We all heard about the importance of the Word of God and attending church and Sunday school. Thank you, Shinu Auntie and team. Music is a gift from God. പാട്ട് പാടുന്നതും പാട്ട് കേൾക്കുന്നതും ഒരുപോലെ മനസ്സിന് സന്തോഷം തരുന്നതാണ്. Now we're going to hear some beautiful song that's going to be presented in different languages. So I would like to invite Ruby and team to the stage. Check, check, check. Check, 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 check. Check, check. Check, check. Sama